empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബൈബിളിൽ കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങളെ വ്യത്യസ്തങ്ങളായ വ്യക്തികളിലൂടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെയും പാഠങ്ങളെയും ഒക്കെ നമ്മൾ നോക്കി വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജെസബൽ രാജ്ഞിയെ കുറിച്ചായിരുന്നു. ജെസബൽ രാജ്ഞിയിലൂടെ കർത്താവ് ചില മുന്നറിയിപ്പുകളും താക്കീതുകളും ഒക്കെ നമുക്ക് നൽകുകയായിരുന്നു. ജെസബൽ കർത്താവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് കർത്താവിനെ വിഷമിപ്പിച്ച് മുന്നേറിയ ഒരു ജീവിതമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് മുഴുവൻ അപകടം വരുത്തി വെച്ച ഒരു ജീവിതമായിരുന്നു. ഇസ്രായേലിന്റെ രാജാവിനെ തന്നെ വിജാതീയ ആരാധനയിലേക്ക്, വിഗ്രഹ ആരാധനയിലേക്ക്, ബാലിന്റെയും അശേരയുടെയും ഒക്കെ പ്രതിഷ്ഠയിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ജെസബൽ. കഴിഞ്ഞ ആഴ്ച കർത്താവ് ജെസബലിലൂടെ നമ്മോട് പറയുകയുണ്ടായി, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന താലന്തുകൾ, ദാനങ്ങൾ, ഇതെല്ലാം കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതിന്റെ, പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്. അങ്ങനെ നമ്മൾ ചെയ്യാത്തപ്പോൾ കർത്താവിന്റെ വചനത്തോട് നമ്മൾ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തകനായ ദാവീദ് 19-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദാവീദ് രാജാവിനോടൊപ്പം എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരാം. നമുക്കറിയാതെ പറ്റുന്ന വീഴ്ചകൾ ഒത്തിരിയേറെയുണ്ട്. ഉപേക്ഷയാലുള്ള വീഴ്ചകൾ, അറിയാതെ നമ്മൾക്ക് പറ്റിപ്പോകുന്ന വീഴ്ചകൾ. അതിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിശുദ്ധിയോട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ ഇതുപോലെ അറിയാതെയുള്ള തെറ്റുകൾ നമുക്ക് സംഭവിക്കുകയില്ല. നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവിന് നൽകാൻ നമുക്ക് സാധിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധി പകരും പരിശുദ്ധാത്മാവേ, ആത്മാവിൻ നിറവ് എനിക്കേകണേ. ഞാൻ പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴേ പരിശുദ്ധാത്മാവേ, ഞാൻ യാചനയാൽ കേഴുമ്പോഴേ എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിൽ ആനന്ദ വെളിച്ചം നീ, എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിൽ ആനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശുദ്ധിയുടെ ആത്മാവായി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശുദ്ധിയായി കടന്നു വരണമേ. അറിയാതെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എനിക്കാത്മീയ ചൈതന്യം
ഹല്ലേലൂയ. അഭിഷേകമാരിയായി വന്നു പരിശുദ്ധാത്മാവേ, എനിക്കാത്മീയാനന്ദമേകാൻ സ്നേഹത്തിനമൃതം പകർന്നു. ഈശോ, ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. ഹല്ലേലൂയ. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ അഭിഷേകമാകും നീ, ആത്മാവിൽ ആനന്ദ വെളിച്ചം നീ, ആത്മാവിൽ അഭിഷേകമാകും നീ, ആത്മാവിൽ ആനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധിയായി കടന്നു വരണമേ. വിശുദ്ധിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളിൽ വിശുദ്ധി നിറയുവാൻ, വിശുദ്ധിയുള്ള ആത്മാക്കളായി ഞങ്ങൾ മാറുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ജെസബെലിന്റെ ജീവിതത്തിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണ്. ജെസബെലിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു ആഹ്വാനത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ്. ഇവിടെ ജെസബെലിന്റെ ജീവിതം എന്തായിരുന്നുവെന്നും അവൾക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇതുപോലെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിനിടയിലെല്ലാം കർത്താവ് ആവശ്യത്തിലധികം മുന്നറിയിപ്പുകൾ ജെസബെലിനും ആഹാബിനും നൽകുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരാം. വിവാഹം കഴിഞ്ഞ് ജെസബെൽ കൊട്ടാരത്തിലേക്ക് വരുന്നതോട് കൂടി അവളോടൊപ്പം തന്നെ 450ഓളം ബാലിന്റെ പ്രവാചകരും 400ഓളം അഷേരയുടെ പ്രവാചകരും കൊട്ടാരത്തിലേക്ക് വരികയാണ്. ജെസബെൽ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ പോറ്റി വളർത്തുകയാണ്. തുടർന്ന് ആഹാബ് രാജാവ് ബാലിന്റെയും അഷേരയുടെയും ഒക്കെ പുറകെ വിഗ്രഹാരാധകനായി തീരുകയാണ്. അവർക്ക് പ്രതിഷ്ഠയും ബലിപീഠങ്ങളും ഒക്കെ നിർമ്മിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 17-ാം അധ്യായം 1-ാം തിരുവാക്യം. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ഒരു വലിയ ശാപം എന്ന് തന്നെ വേണം പറയാൻ ഇസ്രായേൽ ദേശത്തേക്ക് വരികയാണ്. ഏലിയ പ്രവാചകനിലൂടെ കർത്താവിന്റെ വാക്കുകൾ ആഹാബ് രാജാവ് അറിയുകയാണ്. വലിയൊരു വരൾച്ചയിലേക്ക് ഇസ്രായേൽ ദേശം കടന്നു പോവുകയാ. അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് ഏലിയ പ്രവാചകനിലൂടെ തന്നെ കർത്താവ് ആ ഒരു ശാപത്തെ, ആ വാക്കുകളെ മാറ്റി എഴുതണം. അങ്ങനെ വലിയൊരു വരൾച്ചയുടെ സമയത്തിലൂടെ കടന്നു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല, ആകെ വരൾച്ച, കഷ്ടപ്പാട്.
അതിനിടയിൽ ആഹാബ് രാജാവ് ഏലിയ പ്രവാചകനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 17 മുതലുള്ള തിരുവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പ്രതിവചിച്ചു, ഏലിയ പ്രവാചകനെ തന്റെ സന്നിധാനത്തിലേക്ക്, രാജസന്നിധിയിലേക്ക് വരുത്തുകയാണ് ആഹാബ് രാജാവ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയേറെ കഷ്ടപ്പാടുകൾ ഇസ്രായേലിന് നൽകിയ, വരൾച്ച നൽകിയ ഏലിയ തന്നെയാണോ എന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന്. അതിന് ഉത്തരമായി ഏലിയ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. ഇവിടെ ഏലിയ പ്രവാചകൻ ഇസ്രായേലിന്റെ കഷ്ടപ്പാടിന്റെ ആ ഒരു ദുരിതത്തിന്റെ പിന്നിലെ കാരണത്തെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവും രാജാവിന്റെ ആ ഒരു ഭവനവും ബാലിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയേറെ കഷ്ടങ്ങൾ വന്നതെന്ന് ഏലിയ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ തന്നെ അവർ ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ ആ ഒരു ശക്തിയില്ലായ്മയെ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കർത്താവിന്റെ കരം അതിന്റെ മേൽ വന്നപ്പോൾ ബാലും അശേരയും ഒക്കെ വെറുതെ നിർവീര്യമായി നിൽക്കുകയാണ്. കർത്താവിന്റെ ആ ഒരു ശക്തി, കർത്താവിന്റെ സർവ്വാധിപത്യം ഈ ഒരു ശിക്ഷയാൽ തന്നെ ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു. ഈ ഒരു വരൾച്ച അവരെ സംബന്ധിച്ച് കർത്താവ് നൽകിയ ഒരു വാർണിംഗ് ആയിരുന്നു, ഒരു മുന്നറിയിപ്പായിരുന്നു. തുടർന്ന് ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ജെസബൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഈ 2 കൂട്ടരും, കർത്താവിന്റെ പ്രവാചകനായി ഏലിയ മാത്രമാണ് നിൽക്കുന്നത്. അശേരയുടെയും ബാലിന്റെയും എല്ലാം രാജ്ഞി പോറ്റുന്ന ഈ പ്രവാചകർ എല്ലാവരും മറുവശത്ത്. അവർ ഒരുമിച്ച് കാർമൽ മലയിൽ വരികയാണ്. അവിടെ എന്താ സംഭവിച്ചതെന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കതിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. അങ്ങനെ 2 കൂട്ടരും സമ്മേളിച്ചു. തുടർന്ന് ബാലിന്റെ പ്രവാചകർ അവരുടെ ദൈവത്തെ വിളിച്ച് ഉണർത്തുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? 29-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി. എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. ബാലിന്റെയും അശേരയുടെയും ഒത്തിരിയേറെ പ്രവാചകർ ഒരുമിച്ച് അവരുടെ ബലിപീഠത്തിലേക്ക് അഗ്നി ഇറക്കാനായി പ്രാർത്ഥിക്കുകയാണ്. അഗ്നി ഇറങ്ങി ആരുടെ ബലിവസ്തു ദഹിച്ചു പോകുന്നുവോ അതാണ് സത്യദൈവം എന്നതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു കരാറ്. അതിനായി ബാലിന്റെ പ്രവാചകർ എല്ലാവരും ഒന്നിച്ച് ഇത്രയേറെ നേരം വിളിച്ചിട്ടും ആരും ഉത്തരം നൽകിയില്ല. തുടർന്ന് 38-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. തുടർന്ന് ഏലിയ പ്രവാചകൻ കർത്താവിനെ വിളിക്കുകയാണ്. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇതിലും വലിയ ഒരു അടയാളം ആ ജനത്തിന്, രാജാവിനും രാജ്ഞിക്കും കർത്താവിന് നൽകാനുണ്ടായിരുന്നോ? അവരുടെ ഇത്രയേറെ പ്രവാചകർ ഒരുമിച്ച് മധ്യാഹ്നം വരേക്കും അവരുടെ ദൈവത്തെ നിലവിളിച്ച് എന്തൊക്കെയൊക്കെ ചെയ്തു എന്ന പരിശുദ്ധ വചനം പറയുന്നത്. അതൊക്കെ ചെയ്തിട്ടും അവിടെ ആരും ഉത്തരം നൽകിയില്ല. എന്നാൽ ഏലിയ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപ്പോൾ ആ ബലിവസ്തു മാത്രമല്ല, അതിന്റെ ചുറ്റുമുള്ള കല്ലും മണ്ണും സകലതും, അതിനു ചുറ്റും വെള്ളം ചാലായ ഏലിയ ഒരുക്കി വെച്ചിരുന്നു. അതുവരെ ദഹിച്ചു പോവുകയാണ്, ഇല്ലാതാവുകയാണ്. ഇത്രയും വലിയ ഒരു അടയാളം കർത്താവ് അവർക്ക് നൽകുകയാണ്. തുടർന്ന് 41-ാം വാക്യത്തിൽ അവർ നേരിട്ടിരുന്ന പ്രശ്നത്തിനും പരിഹാരം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. വലിയ മഴ ഇരമ്പുന്നു. ആ ദേശം ക്ഷാമത്തിലായിരുന്നു.
വരൾച്ചയിലായിരുന്നു. എന്നാൽ കർത്താവിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം വലിയ മഴ അവിടെ ഒരുങ്ങുകയാണ്, ഇരമ്പി വരികയാണ്, വലിയ മഴയാണ് വരുന്നത്. അന്നത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറുകയാണ്. കർത്താവിന്റെ കരം നീട്ടപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായ അത്ഭുതങ്ങളെല്ലാം ഇവരൊക്കെ കണ്ടു. എന്നാൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ ഈ അത്ഭുതം കണ്ടപ്പോൾ ജെസബെലിന് എന്താണ് സംഭവിച്ചത്? നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും, പ്രവാചകന്മാരെ, ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ ജനം ഒന്നു ചേർന്ന് വാളിനിരയാക്കുന്നുണ്ട്, ആ വിവരവും ആഹാബ് ജെസബെലിനോട് പറഞ്ഞു. അപ്പോൾ ജെസബെലിനുണ്ടായിരുന്ന പ്രതികരണം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് ഇത്രയും വലിയ ഒരു അടയാളം അവിടെ കാണിച്ചു. മുന്നറിയിപ്പായിരുന്നു ജെസബെലിന് ആ ഒരു സംഭവം. കർത്താവിന്റെ ശക്തി എത്രമാത്രമെന്നും ബാലിന്റെയും അശേരയുടെയും ഒക്കെ നിസ്സഹായ അവസ്ഥ എന്താണെന്നും കർത്താവ് കൃത്യം വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ജെസബെൽ എന്താണ് പറയുന്നത്? 2-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, മുന്നറിയിപ്പിനെ ഇവിടെ ജെസബെൽ പരിപൂർണമായും നിരാകരിക്കുകയാ ചെയ്യുന്നേ, അതിനെ അവഗണിക്കുകയാ ചെയ്യുന്നേ. ഇവിടെ ജെസബെൽ പ്രതികാര ചിന്തയാൽ ഓരോ നടപടികൾ എടുക്കുകയാണ്. അശേരയുടെയും ബാലിന്റെയും പ്രവാചകരെ കൊന്നതുപോലെ ഏലിയ പ്രവാചകനെയും താൻ പിറ്റേ ദിവസത്തിനുള്ളിൽ കൊന്നു കളയുമെന്ന് ജെസബെൽ പറയുന്നത്. സർവശക്തിയോടെ അവിടെ വെളിപ്പെടുത്തിയ കർത്താവിന്റെ ആ ഒരു ദാസനെ, ഏലിയ പ്രവാചകനെ കൊല്ലാനാണ് ജെസബെൽ മുതിരുന്നത്. ആ മുന്നറിയിപ്പിനെ, കർത്താവ് നൽകിയ വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു മുന്നറിയിപ്പിനെ ജെസബെൽ പരിപൂർണമായും അവഗണിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കേണ്ടത്. എത്രയോ അത്ഭുതങ്ങൾ, പരിപാലനയുടെ കരങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയുള്ള ഉത്തരം എന്തായിരുന്നു? മറുപടി എന്തായിരുന്നു? കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിന്ന് കർത്താവിനോട് വിശ്വസ്തയോടെ മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ഇവിടെ ജെസബെൽ കാണിച്ചതുപോലെ കർത്താവിനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന നടപടികളാണോ നമ്മൾ എടുത്തിട്ടുള്ളത്? നിലപാടുകളിലാണോ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. അതിനായിട്ടാണ് ജെസബെലിലൂടെ കർത്താവ് ഇന്ന് ഈ ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നത്. മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ കർത്താവ് നേരിട്ട് വന്ന് മുന്നറിയിപ്പ് നൽകുകയല്ല. കർത്താവ് തന്റെ ശക്തിയും മഹത്വവും പല കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ട മുന്നറിയിപ്പുകൾ. അതിലൂടെയാണ് നമ്മുടെ കർത്താവിന്റെ സർവശക്തിയെ, സർവാധിപത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുറംതിരിഞ്ഞ് നടക്കുന്നവരാണോ? സ്വയം ചിന്തിക്കുക. ആണെങ്കിൽ തിരിച്ച് കർത്താവിലേക്ക് വരാൻ ഈ ഒരു ജെസബെലിന്റെ പാഠം നമുക്ക് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെ ഹൃദയം കഠിനമാക്കപ്പെട്ട ഒരു വ്യക്തിയെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ മോശ എന്ന ഒരു വലിയ പ്രവാചകനിലൂടെ കർത്താവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്, ഒത്തിരിയേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം ഈജിപ്തിന്റെ മേൽ വന്ന ആ ഓരോ പ്ലേഗുകളെ കുറിച്ച്. എന്നാൽ ഓരോന്ന് കഴിയുമ്പോഴും, ഓരോ ബാധകൾ കഴിയുമ്പോഴും പരിശുദ്ധ വചനം കൃത്യമായി എഴുതി വെച്ചു, ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ വീണ്ടും ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. അവിടെയും കർത്താവ് എന്താ നമ്മളോട് പറയുന്നേ? കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് നമ്മൾ മുന്നേറിയാൽ, ഹൃദയത്തെ കഠിനമാക്കി കണ്ണുകളെ അന്ധമാക്കി നമ്മൾ പോയാൽ എത്രത്തോളം നമുക്ക് പോകാൻ സാധിക്കും? വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ അന്ത്യകാലത്ത് വരാനിരിക്കുന്ന പീഡകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവിടെ കർത്താവ് നമുക്കൊരു വാണിംഗ് നൽകുന്നുണ്ട്. വെളിപാട് പുസ്തകം 16-ാം അധ്യായം അവിടെ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ
അവിടെ കർത്താവ് നമുക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന അവിടെ ജനത്തിന്റെ മേൽ മഹാമാരികൾ ഒന്നൊന്നായി വരികയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദുഷിച്ചു. അവർ അനുതപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. കർത്താവിന്റെ വിധി ആ ജനത്തിന്റെ മേൽ വന്നപ്പോൾ, മഹാമാരികളുടെ രൂപത്തിൽ അത് വന്നപ്പോൾ, അതിന്റെ മേൽ അധികാരമുണ്ടായിരുന്ന കർത്താവിലേക്കല്ല അവർ തിരിയുന്നത്, കർത്താവിനെതിരായി അവർ തിരിയുകയാണ്. അത് വീണ്ടും അവരുടെ മേൽ വിധിയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 11-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്ന ലോകത്തിന് കർത്താവ് പല മുന്നറിയിപ്പുകളും നൽകി. എന്നാൽ അതിനെ, ആ വേദനയെ ഓർത്ത്, വിഷമത്തെ ഓർത്ത് കർത്താവിനെ കൂടുതൽ ദുഷിച്ചതല്ലാതെ കർത്താവിലേക്ക് തിരിയാൻ അവർക്ക് മനസ്സിലായില്ല. ആ മുന്നറിയിപ്പുകളെ അവർ തിരിച്ചറിഞ്ഞില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദുരിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. കർത്താവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ജെറമ്യ പ്രവാചകൻ പറയുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, അവിടെ 10-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്നാവിഷയമായിരിക്കുന്നു. അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയല്ലേ പ്രവാചകൻ ഈ പറയുന്നത്? കർത്താവിന്റെ വാക്ക്, കർത്താവിന്റെ വചനം ഇന്നത്തെ ജനത്തിന് നിന്നാ വിഷയമാണ്. അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല. അതിനെ സുഖമായി അവർ അവഗണിച്ച് ജീവിക്കുകയാണ്. എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിലൂടെ നൽകപ്പെട്ട മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ, അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു അപകടം, അതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മുമ്പിൽ കർത്താവ് ജെസബലിനെ കൊണ്ട് നിർത്തിയപ്പോൾ അതിന് പിന്നിലെ കർത്താവിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. മുന്നറിയിപ്പുകളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന ജെസബൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ജെസബൽ തീർത്തും നെഗറ്റീവായ രീതിയിലാണ് അവിടെ പ്രതികരിച്ചത്. വീണ്ടും വീണ്ടും കർത്താവിനെതിരായി അവൾ മാറുകയായിരുന്നു. എന്നാൽ നമ്മിൽ നിന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ താക്കീതുകളോട് നമുക്കുണ്ടായി പോയ തെറ്റായ രീതിയിലുള്ള പ്രതികരണങ്ങളെ ഓർത്ത് കർത്താവിന്റെ മുൻപിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകളോട് വേണ്ട വിധം ശരിയായി പ്രതികരിക്കുന്നവരായി നമുക്ക് മാറാം. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവരായി നമുക്ക് മാറാം. കർത്താവിനോട് ഇതുവരെയും ചേർത്തുപോയ, കർത്താവിനെ വിഷമിപ്പിച്ച ഓരോ കാര്യങ്ങളെ ഓർത്ത്, കർത്താവ് നൽകിയ ഓരോ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ ഓർത്ത് കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ക്ഷമിക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ ഓർത്ത്, അങ്ങേ വേദനിപ്പിച്ചതിനെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിതുവരെ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രം എൻ യേശുവേ. ഈശോയേ, ഹല്ലേലൂയ. നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ,
മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപയെ തിരിച്ചറിയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ദയയാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ റാഫയായി രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഈശോയേ നന്ദി, ഈശോയേ. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഹല്ലേലൂയ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം നിൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഈശോയേ നന്ദി, നീ ഈശോയേ. മാത്രം എൻ യേശുവേ. നന്ദി, ഈശോയേ. നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ജസബലിന്റെ ജീവിതത്തിലൂടെ തന്നെ അടുത്ത എപ്പിസോഡിൽ യാത്ര തുടരാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ഒപ്പമുള്ള യാത്രയിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം ബലപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.